കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നിരവധി നടന്നിട്ടുണ്ട്. ഇപ്പോൾ 2021 തന്നെ പിണറായി വിജയൻ രണ്ടാം വട്ടം വന്നതിന് ശേഷം നടക്കുന്ന ഒരു വളരെ നിർണായകമായിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേത്. അതിനു മുമ്പ് ഈ തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട്, ചേലക്കര, ഇതിപ്പോൾ 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പിലേക്കാണ്. അത് നിലമ്പൂരിലെ. ഇനി ഒരു പക്ഷേ ഈ ഭരണത്തിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകില്ല. ഇനി ഏതെങ്കിലും മണ്ഡലത്തിൽ MLA-മാർക്ക് എന്തെങ്കിലും പറ്റിയാലോ പോലും ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല. കാരണം അതിനുള്ള ഒരു കാല ദൈർഘ്യം ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിപ്രധാനമാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇതൊരു സെമി ഫൈനൽ ആണ് എന്നൊക്കെ. അതെ, ഒരു സെമി ഫൈനലാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത്. അത് അതിനിർണായകമായിട്ടുള്ളതുമാണ്. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ചേലക്കരയിലും ഒന്നും തന്നെ അത്രത്തോളം കാര്യങ്ങൾ കണ്ടില്ല. ഇതെല്ലാം അതുപോലെ നിലനിർത്തിപ്പോകുന്നു. പുതുപ്പള്ളിയിൽ ഒരു ഉമ്മൻചാണ്ടി തരംഗം വികാരം അവിടെ ഉണ്ടായി. തൃക്കാക്കരയിലും അതുപോലെ PT തോമസിനോടുള്ള ഒരു സ്നേഹപ്രകടനമാണ് ഉമാ തോമസിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചത്. പാലക്കാട് നമ്മൾ കണ്ടത് കോൺഗ്രസിന്റെ ഭൂരിപക്ഷം വളരെയധികം വർദ്ധിക്കുന്നതാണ്. അവിടെ അത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിൽക്കുന്നു എന്നാണ്. ചേലക്കരയിലെ LDF-ന്റെ സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം കുറഞ്ഞു. രാധാകൃഷ്ണൻ 2021 മത്സരിക്കുമ്പോൾ 40,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ ഇപ്പോൾ പ്രദീപിന് കിട്ടിയിരിക്കുന്നത് 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം അതിശക്തമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ കഴിയും. ഭരണവിരുദ്ധ വികാരമില്ല. കേരളത്തിൽ പിണറായി ഭരണമാണ് സൽഭരണമായിട്ടുള്ളത് എന്ന് ബോധ്യപ്പെടുത്താനായിട്ട് LDF CPM നേതൃത്വത്തിൽ കിണഞ്ഞു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. UDF അതിനെ തകർക്കാനുള്ള ശ്രമവുമായിട്ട് മുന്നേറുന്നു. ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം ഏതു തരത്തിൽ ഉണ്ടാക്കണം എന്നുള്ളതിനെക്കുറിച്ച് VD സതീശൻ വളരെയധികം ജാഗ്രതയോടുകൂടി മണ്ഡലത്തിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഈ സ്ഥാനാർത്ഥിയെ അങ്ങ് നിർണയിച്ചു കൊടുക്കും, പിന്നെ വേണ്ടതായ പണവും കാര്യങ്ങളും ഒക്കെ അങ്ങ് കൊടുക്കും, പിന്നെ ആരാന്ന് വെച്ചാൽ എന്തോന്ന് വെച്ചാൽ ചെയ്തോട്ടെന്ന് പറയും. പക്ഷേ VD സതീശൻ അങ്ങനെയല്ല. രമേശ് ചെന്നിത്തല ഈ കൂടുതൽ അധ്വാനത്തിലേക്ക് ഇറങ്ങത്തില്ല. നിന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയി അത് മാറി അങ്ങ് പോകും. VD സതീശൻ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുകയാണ്. കാരണം VD സതീശന് UDF തോറ്റാലും VD സതീശന്റെ നേരെയാണ് ചോദ്യം ഉയരാൻ പോകുന്നത്. ആ ചോദ്യം ഉയരും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് VD സതീശൻ മുന്നേറുന്നത്. ഇനിയിപ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത്, പലരും പറയുന്നുണ്ട് സ്വരാജാണ് മികച്ച MLA ആയി വരാൻ യോഗ്യതയുള്ളവൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി സ്വരാജ് ജയിക്കുന്നു എന്ന് കരുതിയാൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ തുടർഭരണം ഉണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ്. നിലമ്പൂരിൽ സ്വരാജിന്റെ വിജയമുണ്ടായാൽ കേരളത്തിൽ പിണറായി ഭരണം തുടരാൻ പോകുന്നു എന്നർത്ഥം. മറിച്ച് ഒരു 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ, 10,000 മുതൽ അങ്ങോട്ട് എത്രയായാലും ആ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ 2026 UDF തരംഗം ആയിരിക്കും. ഇനിയും ഒരു 5,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തില് അവിടെ മുതൽ അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, 5,000-വും 10,000-ത്തിനും ഇടയിലുമായിട്ടുള്ള ഭൂരിപക്ഷത്തിൽ നിൽക്കുകയാണെങ്കിൽ കേരളത്തിൽ 2026 അതിശക്തമായിട്ടുള്ള മത്സരത്തിലേക്കായിരിക്കും പോവുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നിലമ്പൂരിലെ ചിത്രം ആകെ കൂടെ മാറി മറിഞ്ഞിരിക്കുകയാണ്. അവിടെ വർഗീയ രാഷ്ട്രീയം കളിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ UDF എടുത്തിട്ടുണ്ട്, PDPയെ LDF എടുത്തിട്ടുണ്ട്. CPM-ഉം കോൺഗ്രസുമായിട്ട് ഇത്തരത്തിലുള്ള വർഗീയ രാഷ്ട്രീയ കക്ഷികളെ ഒക്കെ തന്നെ ഒക്കത്തെടുത്തിരുത്തി പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
അവരാണ് ഇത്രയും കാലവും ചോറും ചൊല്ലും ഒക്കെ കൊടുത്തു വളർത്തിയത്. അത് തരാതരം പോലെ ഈ വർഗീയ കക്ഷികളൊക്കെ തന്നെ ചേരിതിരിഞ്ഞു പോകാറുണ്ട്. മറുഭാഗത്തേക്ക് പോകുമ്പോൾ എതിർഭാഗത്തുള്ളവർ പറയും അവർ മത തീവ്രവാദികളാണ് എന്ന്. കിട്ടാതെ വരുമ്പോൾ മുന്തിരിങ്ങ പുളിക്കുമല്ലോ. അതുപോലെയാണ് ഇപ്പോൾ LDF ചെയ്യുന്നത്. ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിലേക്ക് ചേക്കേറിയപ്പോൾ അവരെ ഏറ്റവും വലിയ വർഗീയവാദികളാക്കി മാറ്റി എന്നുള്ളതാണ്. അതിലും വലിയ വർഗീയവാദികളെ ഇവരുടെ ഒക്കത്തിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. എന്നിട്ടാണ് UDFന്റെ മേൽ കുറ്റം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഏത് തരത്തിൽ ഉണ്ടായാൽ പോലും അതിനെ അതിജീവിക്കാൻ CPMനുള്ള കഴിവും തന്ത്രവും നമ്മൾക്ക് പ്രത്യേകം അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഒരു തുടർഭരണം ഉണ്ടാകും എന്ന് വരുത്തി തീർക്കുകയാണ് ഇപ്പോൾ LDF നിലമ്പൂരിൽ. അവർക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ആടിനെ പട്ടിയാക്കാൻ കഴിയുന്നവരാണ് CPM എന്നുകാരുള്ളവർ, ഓർക്കണം. ഈ പറഞ്ഞ് അതിനെ ഫലവത്താക്കി മാറ്റും. ആ ഒരു രീതിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേരളത്തിൽ ഒരു തുടർഭരണം ഉണ്ടാകും എന്നല്ല ഞാൻ പറയുന്നത്. തുടർഭരണത്തിന് വേണ്ടതായ തരത്തിലുള്ള കരുക്കളാണ് പിണറായിയും സംഘവും നിലമ്പൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ കോൺഗ്രസ് എത്രത്തോളം അതിജീവിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവൻ മരണ പോരാട്ടമാണ്. 2026 അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല എങ്കിൽ കോൺഗ്രസിന്റെ സ്ഥിതി എന്താകും? കോൺഗ്രസിന്റെ ആ സ്ഥിതി കാണാനാണ് BJP ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി BJP പലതരത്തിലുള്ള അടിവേലകളും ചെയ്യുമെന്നുള്ളതും ഉറപ്പാണ്. അത് കോൺഗ്രസിനെതിരായി സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ച് നിലമ്പൂരിൽ ആയിരിക്കും ഒരുപക്ഷെ കോൺഗ്രസ് കുഴി തോണ്ടാൻ പോകുന്നത്. ഘടകകക്ഷികൾ അതൃപ്തരായി നിൽക്കുകയാണ്. ഘടകകക്ഷികളിൽ പ്രധാനിയായിട്ടുള്ള മുസ്ലിം ലീഗ്, പിന്നെ ജോസഫ് വിഭാഗമുണ്ട്, പിന്നെ ഒറ്റയാൾ പട്ടാളങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ലീഗ് എടുക്കുന്ന നിലപാടെന്ന് പറയുന്നത് കടുത്തതായി മാറും. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി ഉയർത്തും. അവരെ എതിരേൽക്കാനായിട്ടും LDF തയ്യാറെടുത്ത് നിൽക്കുന്നുമുണ്ട്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം ഭൂരിപക്ഷം കൂട്ടാമോ ആ ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ട് കേരളത്തിൽ തുടർഭരണമില്ല, ഭരണവിരുദ്ധ വികാരമാണ് എന്ന് സ്ഥാപിച്ചെടുക്കേണ്ട കൃത്യം ഈ കോൺഗ്രസ്സുകാർക്കാണുള്ളത്. കോൺഗ്രസിന്റെ നിലനിൽപ്പാണ് പ്രധാനം. ഘടകകക്ഷികളൊക്കെ തന്നെ പല വഴിക്ക് ചേക്കേറി കഴിഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസിന്റെ കാര്യം ഇല്ലാതാകുമെന്നുള്ളതാണ്. കോൺഗ്രസിനെ ഇല്ലാതാക്കുകയാണ് BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് ഏവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നിലമ്പൂരിൽ ഒരു വലിയ പോരാട്ടം തന്നെയാണ്, ജീവൻ മരണ പോരാട്ടം തന്നെയാണ് അത് ഇരുമുന്നണികൾക്കും. അപ്പൊ അൻവർ അവിടെ നിന്ന് CPMൽ നിന്ന് ഇറങ്ങിപ്പോയുള്ള പോരാട്ടമായതുകൊണ്ട് അത്തരത്തിലും CPMന് എടുക്കേണ്ടിയിരിക്കുന്നു. ആ രണ്ട് രീതിയിലും CPMന് ഇതിനെ കാണണം. ഒന്ന്, തുടർഭരണത്തിന്റെ സാധ്യതയിലേക്ക് പോകുന്നു. രണ്ട്, അൻവറിനെ പകരം വീട്ടണം. ഇതുമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും നിലനിൽപ്പിന്റെ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് നിലമ്പൂരിൽ ചില കാര്യങ്ങൾ തീർച്ചപ്പെടുത്തും.